ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. ഭൗമ ശരീരങ്ങൾ ിക്കപ്പെടുന്നു, മധുരത്തിൽ ഉയർത്തുന്നു, അപമാനത്തിൽ വിധിക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു, ബലഹീനതയിൽ വിധിക്കപ്പെടുന്നു, ശക്തിയുള്ള നീതിയാക്കിയാണ് എഴുതിയിരിക്കുന്നല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമയെ പോലെ സ്വർഗീയമായി നാം മതോടുള്ളവൻ ലഭിക്കുന്ന ധരിച്ചതുപോലെ സ്വർഗീയതകളുടെ 267 യേശു ഓർത്തുവരും തോറുമേ ആദ്യു പോകുന്നു ദുഃഖം കൊണ്ടു പോകുന്നവെന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ സുതനെ എന്നു ഞാൻ കർത്തൃസിംഹം വീണകൾ വീട്ടിടുന്നു സുരവരരെ ചേർന്നെങ്ങും ശ്രുതിനാദം സദമുഴങ്ങും ശാലേമേ വാനവരിൽ ശ്രുതിനാദം സദമുഴങ്ങും ശാലെന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ അവനിൽ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും കൊല്ലുവാൻ സംഗതിയത് തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റെ നീതിയുമുള്ളതാകൊണ്ട് പറയാം. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി.
അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെതിരേൽപ്പാൻ പുറപ്പെടുവീരുന്ന ആർപ്പുടി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. നൽകു പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. 4-13. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ഗംഭീരനാഥത്തോടും പ്രധാനഭൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വന്തത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ കർത്തനേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. ആകാശം പോലെയാണ് ദയ അവന്റെ ഭക്തന്മാരോടെ വലുതായി. സംഗീത
സ്തുതി. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കും ബലവാൻ ദൈവം തമ്പുരാൻ. പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യമായ ആഹാരം നിലവിടണമേ. ഞങ്ങളെ പരീക്ഷയിൽ വിശ്വസിക്കാതെ രാജ്യവും ശക്തിയും മഹത്വവും ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഇതിന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ വിളിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, ഈ ആയുസ്സിന്റെ അനിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസ്സിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും കൂടെ ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിന് യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ സൃഷ്ടിച്ചോൻ ദൈവത്തെ ഉയർപ്പിച്ച പ്രവർത്തിക്കോൽ നീതിയായി ഫലമേലും നീ താഴ്ത്തപ്പെട്ടല്ലോ. പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമിൻ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാ അടിയാരെ ഉയർപ്പിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിനെ കണ്ട സാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ എന്നും നിങ്ങളുടെ പാപങ്ങൾ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ നശിച്ചു പോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും മിക്കവാറും ആരാധനയിലൊക്കെ വന്ന് സംബന്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വേർപാടിന്റെ പ്രയാസം ഈ കുടുംബം അനുഭവിക്കുവാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായല്ലോ. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ മക്കൾക്ക് ജീവിക്കാൻ തക്കോണം ഇടയാണ്. നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളിൽ നിന്നും വാങ്ങിപ്പോകുന്നത് നമുക്ക് നിശ്ചയമായും ദുഃഖകരമായ സംഗതിയാണ്. അവരിൽ കൂടെ നമുക്ക് ലഭിച്ച സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കരുതലിൻ്റെയും അനുഭവങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് കഴിയേണ്ടതാകും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിക്കുകയും എൻ്റെ പിതാവിൽ വിശ്വസിക്കുകയും
എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്ന്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മരണത്തോടടുത്ത സമയത്താണ് യേശുക്രിസ്തു അങ്ങനെ ശിഷ്യന്മാരെ പറഞ്ഞ് ആശ്വസിപ്പിച്ചത്. ആ പറഞ്ഞ വാക്കുകളിൽ 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ടുമുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ജീവിതത്തിൽ നമുക്ക് എപ്പോഴും കലക്കത്തിൻ്റെ അനുഭവങ്ങൾ, ദുഃഖത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കലങ്ങേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളും വേർപാടിൻ്റെ അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ദൈവം നമ്മളെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഈ വാക്യം ഞാൻ ഇപ്പോൾ പറഞ്ഞതായ വാക്യത്തിൽ 2-3 കാര്യങ്ങൾ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു. ഒന്ന്, there is a return of Jesus Christ. That is the second coming of Jesus Christ. We all are waiting for that glorious moment. നിലനിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കൂടെ ഒരു കല്ലറ കിടക്കാൻ ആഗ്രഹിക്കുന്നത്. The idea behind the family model is like that, because we all want to be together and then we will rise up together. അതുകൊണ്ട് അതാണ് നമുക്ക് തരുന്നതായ ഒരു വലിയ പ്രത്യാശം. ഇത് പറ്റിയൊക്കെ വന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ അപേക്ഷിക്കുക, പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഉണക്കാം. ദൈവമായ കർത്താവെ, നന്ദിയോടുകൂടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ ദാസന് ഞങ്ങളുടെ ഇടയിൽ വന്ന് പ്രാർത്ഥിക്കുവാനും കൂട്ടായ്മ ആചരിക്കാനും ഒതുക്കുന്ന കൃപകൾക്ക് വേണ്ടി സ്തോത്രം. നിന്റെ മകനിൽ കൂടെയൊക്കെ ലഭിച്ച എല്ലാ നല്ല അനുഗ്രഹപ്രദമായ കാര്യങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു.
സ്കൂളുകൾ ഉണ്ടായിരുന്ന ആളുകൾ സ്കൂളുകളൊക്കെ നടത്തി. അതെല്ലാം കഴിഞ്ഞ ഏതാണ്ട് 10 വർഷത്തോളമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു തിരുവനന്തപുരത്ത് വന്ന് സെറ്റിലായി. ഇടവകയുമായിട്ടുള്ള ബന്ധം തീർച്ചയായിട്ടും ഈ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട അമ്മിണി ആന്റി ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് ഉമ്മൻ ആന്റിയുടെ ആണല്ലോ ഈ പ്രിയപ്പെട്ട. പിന്നീട് പ്രിയ അങ്കിളുടെ ജീവിതവും വളരെ ദുഃഖകരമായി അങ്കിൾ മുന്നോട്ട് പോയി. 3 പെൺമക്കൾ. മീര ഇന്തോനേഷ്യയിൽ ഒരു കുടുംബമായി ജീവിക്കുന്നു, അവിടെ പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ മകൾ സവേര ബാംഗ്ലൂരിൽ താമസിക്കുന്നു. സവേര ഒരു എഴുത്തുകാരി കൂടിയാണ് എന്ന് ഞാൻ അറിയാനിടയായി. മൂന്നാമത്തെ മകൾ ഷമീറ അധ്യാപികയാണ്. ഇന്റർനാഷണൽ സ്കൂളിൽ നേരത്തെ അധ്യാപികയായി ഇപ്പോൾ മറ്റു സ്കൂളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, കൊച്ചുമക്കൾ, പ്രിയപ്പെട്ടവർ, പ്രിയപ്പെട്ട അപ്പച്ചന്റെ ഒരുപാട് പ്രിയപ്പെട്ടവർ ദുഃഖമുണ്ട് എന്ന് അറിയാം. എന്നാൽ ദൈവത്തിനൊരു സമയമുണ്ട്. മനുഷ്യപുത്രന്മാരെ തിരികെ വരുന്നത് തമ്പുരാൻ അറിയിക്കുമ്പോൾ പറയുമ്പോൾ തിരികെ വന്നേ പറ്റൂ. അതുകൊണ്ട് ആരാധന സമയത്ത് പാടുന്ന ഒരു പാട്ടുണ്ട്, ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുന്ന നമ്മുടെ ആരാധനയെ ഉൾപ്പെടുത്തി. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കണം, ഈ ലോകത്തിൽ ഞാൻ ചെയ്യുന്നത് നല്ലതാകും തീയതാകും തക്ക പ്രതിഫലം. ഒരു സന്തോഷം പറയുന്നു, ഞാൻ നല്ല ഓർമ്മ ഓർമ്മ തികച്ച് വിശ്വാസം. ഈ അവസരം നല്ല ഓർമ്മ ഓർമ്മ തികച്ച് വിശ്വാസക്കാർക്ക് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അച്ഛൻ അവിടെ ഓർമ്മിച്ചതുപോലെ ഒരു നാളിൽ ഒരുമിച്ച് കാണാമെന്നുള്ള വിശ്വാസം. ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ അല്ലെങ്കിൽ ക്രൈസ്തവന്റെ വിശ്വാസം അതാണ്, ഒരു നാളിൽ ഒരുമിച്ച് കാണാം. ഈ വിശ്വാസത്തോടെ നമുക്ക് പ്രിയ പിതാവിനെ ഒരുമിച്ച് കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ പിതാവിനെ യാത്ര ചെയ്യാം. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ അവരുടെ വേദനയിൽ പെരുകിടക്കുകയും ദുഃഖിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ ആശ്വാസം സമാധാനം നൽകട്ടെ. സമാധാനങ്ങളുടെ പിതാവിനെ യാത്ര ചെയ്യുവാൻ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പേരുകളുടെ ഇടവകയുടെ അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ആദരസൂചകമായി ഇടവക ചുമതലക്കാർ മുന്നോട്ട് വന്ന് റീത്ത് സമർപ്പിക്കുന്നു. തുടർന്ന് ഇടവക പണിക്കും ഇതിന്റെ നേതൃത്വത്തിൽ ശക്തമായി റീത്ത് സമർപ്പിക്കും. Now, a tribute from Mr. Darren Torres, 1966. I vividly recall when I was introduced to Mr. John Sakraya by my brother. He was working in the Anglo-French textiles committee. I never imagined that it was the beginning of a long, wonderful and fruitful relationship. Later on, he moved to Muki and founded a school. Let him die to take away my sin. Then sings my heart, my Savior God to thee. How great thou art, how great thou art. Then sings my soul, my Savior God to thee. Then I shall bow in humble adoration and proclaim, my God, how great thou art. Then sings my soul, my Savior God to thee. Yes, such was Donny Tynes' enchanting presence that imbued us
warmth of love, joy, and peace. Justly the embodiment of the gifts of the Holy Spirit. He was a great influence on all his relatives, especially the younger generation, whom he keenly guided as a charming Karanavar of the Paragat family. Labeled as walking encyclopedia, he could speak on any subject with authority and ease. He was generous to a fault. He loved to go shopping, more to learn about the new products, and a deep desire to meet people. He interacted with people irrespective of their social status and impacted many lives in his own way. Despite his age-related problems, low vision and impaired hearing, he lived a full life. Age did not wither him or diminished his zest or joy in life. Truly, he rejoiced in the Lord always, never complaining, ever joyous, as the Bible says we ought to be. A life well lived is a precious gift of God, and Johnny Child was blessed. As Ecclesiastes 2:26 says, to the person who pleases him, God gives wisdom, knowledge, and happiness. During his sunset days, my husband and I used to visit him more often and sit hours together chatting. His storytelling skills were phenomenal. Instead of us entertaining him in his failing years, it was we who turned richer when, as he enthralled us with his endless stock of exciting anecdotes, and we would come back laughing loud. He never lost his wit and humor till the very end. A close relative who was genuinely concerned with the challenges of his age asked him with pain, "Can you see clearly?" With his characteristic impish laugh, he quipped, "I can see enough of you to recognize you." She burst out laughing, for she was on the plump side then. He was proud of his 3 daughters. Beautiful they are, and more beautiful are their hearts, full of honor and love for their dear parents. They were readily available to them in times of need. Distance was not a constraint at all. No desire of his was too small for him. Johnny Child, though you have flown away in glory, as in one of your Jubilee songs, leaving us with tears of physical parting. Nevertheless, the sweet fragrance of your love and joy will linger in the hearts of those who were fortunate to be touched by you.
May the precious soul rest in peace. Thank you. Now I invite Rehan Rahman, grandson of the Honorable Bishop, to share memories. It's an honor to be the grandchild of such a kind, generous, and loving man. Daddy was a wonderful father and a cool granddad who was fun to be around. He had impeccable taste and taught us to appreciate little things in life. My aunts and my mom always remarked that he was so proud of his 3 daughters. Growing up, the harshest punishment meted out was ordered to them to go stand on the corner. He was a treasure trove of knowledge and was a master storyteller. Ordinary stories would be transformed into captivating narratives, peppered with a lot of humor. A voracious reader, he read and read a lot. One important trait that I hope to imbibe is his positive attitude. Nothing ever brought him down. He was always bouncing back and had was cheerful as ever. Dad, we know you will live on to your daughters and grandchildren in all the ways that truly matter. You walked ahead in strength and in. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആരംഭിക്കാം. ഏറ്റവും പ്രിയപ്പെട്ട സച്ചൻ, സ്നേഹം നിറഞ്ഞ ഇടവക ജനങ്ങളെ, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹമാണ്. മീര, സവേര, ഷമീര ആൻഡ് ഫാമിലി മെമ്പേഴ്സ്, ഡാഡിയുടെ ഈ വേർപാടിൽ അതികാരമായ ദുഃഖത്തിലായിരിക്കുന്ന നിങ്ങളോടൊപ്പം ഞാനിത് ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും അനുശോചനം അറിയിക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ജോണി ചാച്ചൻ അതിൽ പ്രതിഭാസമായിരുന്നു. ജോണി ചാച്ചൻ പാലക്കാട് ഫാമിലിയിൽ വന്ന നാൾ മുതൽ എല്ലാവരുടെയും പ്രിയങ്കരനായി തീർന്നു. തൻ്റെ ആകാര സൗഷ്ഠവവും ഘനഗംഭീര ശബ്ദവും സ്വതസിദ്ധമായ തമാശകളും ജീവിതത്തോടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എല്ലാം മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചു. എന്തിനും ഏതിനും എപ്പോഴും തരാം. എവിടെ പ്രശ്നമുണ്ടോ യോജിച്ചാൽ ഒരു പരിഹാരമുണ്ട്. ഓക്കെ ലെറ്റ്സ് സീ എന്ന വാക്കുകൾ തന്ന ഊർജം കുറച്ചൊന്നും ആയിരിക്കില്ല. പോണ്ടിച്ചേരിയിൽ തൻ്റെ ഔദ്യോഗിക ജീവിതം അവർ ഒന്നിച്ച് ആരംഭിച്ചു. എനിക്ക് തോന്നുന്നു അച്ചായൻ്റെ ആ ശബ്ദം, അതായത് ജിംബ്രീസിനെ, ലോകപ്രസിദ്ധ ആംഗലേയ ഗായകനായ ജിംബ്രീസിനോട് കിടന്നിരിക്കുന്ന ആ ഗാനാലാപനം ആസ്വദിക്കാൻ ഏറ്റവും ഭാഗ്യം ലഭിച്ചത് എനിക്ക് തോന്നുന്നു പോണ്ടിച്ചേരിയിലെ സഭയ്ക്കും പ്രയോജനമാണ്. പോണ്ടിച്ചേരിയിൽ നിന്ന് അമ്മയ്ക്ക് നാട്ടിലേക്ക് വരുന്നു. ഇന്നത്തെ ട്രെൻഡിൽ പറഞ്ഞാൽ അത് ഒന്നൊന്നര വരവായി. അമ്മയും ബാബയും മക്കളും ഒന്നിച്ച് നാട്ടിലേക്ക് വരുന്ന ആ സമയമാണ് ഞങ്ങൾക്ക് ഓണവും വിഷുവുമില്ല. അത്രയ്ക്ക് ഉത്സവപൂർണമായ ഒരു സമയമായിരുന്നു അവർ തന്നിരുന്നത്. വരുന്ന സമയത്ത് എല്ലാ ബന്ധു വീടുകളിലും പോകുവാനും സന്ദർശിക്കുവാനും എല്ലാവരെയും കാണുവാനും ബന്ധം പുതുക്കുവാനും എല്ലാം പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടി കരയുകയും എന്നാണല്ലോ ബൈബിൾ വചനം. യോണിച്ചാൽ കരയുന്നവരോടുകൂടി കരയുക
കൈത്താങ്ങലുകൾ കൊടുത്ത് അവരെ സന്തോഷത്തിലേക്ക് ആനയിക്കുകയായിരുന്നു ചെയ്തത്. റോട്ടറി ക്ലബിൽ ഒരു ആക്റ്റീവ് മെമ്പറായിരുന്ന സമൂഹത്തിന് നന്മ ചെയ്യുവാനുള്ള എല്ലാ സാധ്യതകളും അന്വേഷിച്ച് പ്രോജക്റ്റുകൾ ചെയ്യുകയും അങ്ങനെ അവർ രണ്ടുപേരും ഒരുപോലെ ഇതൊന്നും ഒരു ഓർമ്മച്ചെപ്പിൽ അടച്ചു സൂക്ഷിക്കാനുള്ളതല്ല. അതെല്ലാം നമ്മുടെ മനോമുഖത്തിൽ സുഗന്ധം പകർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം. ക്ലിഫ് സ്കൂളിന്റെ ഫൗണ്ടറായിരുന്ന മിസ്റ്റർ P.I. സെക്രിയയുടെ മകനായ ജോണിച്ചായനും ഒരു സ്കൂൾ സ്ഥാപിച്ചു, ഊട്ടി നീലഗിരി സ്കൂൾ. ആ സ്കൂളിൽ ഏതാനും നാൾ ജോലി ചെയ്യാൻ എനിക്കും ഭാഗ്യമുണ്ടായി. അവരിൽ നിന്ന് കിട്ടിയ ആ പ്രലോഭനങ്ങളും ആ അനുഭവ സമ്പത്തുകളും എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ധൈര്യത്തോടെ നേരിടുവാൻ എന്നെ വളരെയധികം സഹായിച്ചു. പ്രശസ്തമായ ഊട്ടിയിലെ ലൗഡേൽ സ്കൂളിലേക്ക് അഡ്മിഷൻ അപ്രാപ്യമായിരുന്ന ആ കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് പോലും അഡ്മിഷൻ ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു അധ്യാപന രീതി നമ്മുടെ ഈ സ്കൂളിൽ അവർ രണ്ടുപേരും കൂടി ഒരുക്കി. അങ്ങനെ പലരും ജീവിതത്തിൻ്റെ ഉന്നത ഘട്ടങ്ങളിലെത്തി. ഈ മരണവാർത്ത അറിഞ്ഞ് ബന്ധുക്കളെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അത്രമാത്രമായിരുന്നു ജോണിച്ചാൻ്റെ ഡെഡിക്കേഷൻസ്. ജീവിത സായാഹ്നത്തിൽ ഇവിടെ ഈ തിരുവനന്തപുരത്ത് വന്നത് ദൈവനിയോഗം. അവിടെയെല്ലാം വിട്ട് ഇവിടെ വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനും ഭാഷ കൊണ്ടും മറ്റെല്ലാ തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നമുക്ക് തോന്നിയെങ്കിലും ജോണിച്ചാൻ അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. എല്ലാവരുടെയും പണ്ഡിതനെന്നോ പാമരനെന്നോ ഏത് രീതിയിലുള്ള ഒരു വ്യത്യാസവും കാണിക്കാതെ എല്ലാവർക്കും ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ എല്ലാം സന്തോഷം വിതറിക്കൊണ്ട് തൻ്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു. ദൈവം അവരെ അവിടെ തനിച്ചാക്കിയില്ല. മക്കൾ ദൂരെ ആയിരുന്നപ്പോഴും തൊട്ടടുത്ത് നെക്സ്റ്റ് ഡോർ നെയ്ബറായി ഒരു സൂസിയാൻ്റെയും മക്കളുടെയും അവിടെ ആക്കി. ഇവരുടെ രണ്ടുപേരുടെയും അവസാന ഘട്ടത്തിൽ ഓടി വന്ന് അവർക്ക് വേണ്ട പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുവാനും പരിചാരകർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുവാനും ഡോക്ടർമാരെ വിളിക്കുവാനും എല്ലാം സൂസിയാൻ്റെയാണ് മുന്നോട്ട് വന്നത്. സൂസിയാൻ്റെയോടുള്ള നന്ദിയും കടപ്പാടും കുടുംബത്തിൻ്റെ പേരിൽ ഞാനിപ്പോൾ അറിയിക്കുന്നു. സർവേശ്വരൻ ആരോഗ്യവും ആശയവും തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും അവരെ രണ്ടുപേരെയും തളർത്തിയില്ല. അപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്. സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ അവർക്ക് ഏവർക്കും സാധിച്ചു. സുസ്മയുടെ വചനത്തിനായി നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവസാനം വരെ ജോണിച്ചാൻ ജീവിച്ചു. മറ്റുള്ളവർക്ക് അതൊരു വെളിച്ചമായിരുന്നു. ഞാൻ അവസാനത്തിലേക്ക് സഭയുടെ ക്ഷമിക്കുന്ന ആ വെളിച്ചമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത്. ദീപശിഖ ഇത് നിങ്ങളുടെ കൈകളിലാണ്. ലോകത്തിന് വെളിച്ചമായി സമൂഹത്തിന് നന്മയായി പ്രകാശിക്കാൻ നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് അവസരം തന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.
ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഞാൻ ആ വചനങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. സങ്കടത്തിന് പറഞ്ഞു നമ്മൾ
നാളുകളെ എണ്ണുവാൻ നിങ്ങളെ ഉപദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതം ക്രമീകരിച്ചുകൊണ്ട് ദൈവത്തോട് ചേരുവാനുള്ള ഒരുക്കത്തിൽ നമുക്ക് ജീവിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കും. ഇപ്പോൾ സെക്കൻഡ് പാർട്ട് സർവീസ് ആരംഭിക്കുകയാണ്. എവൻഗേലിയൻ വായിക്കുന്ന സമയത്ത് മാത്രം എഴുന്നേറ്റാൽ മതിയാവും. ബാക്കിയുള്ള സമയത്ത് ഇരിക്കാവുന്നതാണ്. കരുണ്യവാനായ കർത്താവേ, കൃപ
സ്തുതിയാദരവും വന്ദനവും സ്തുതിയും വിശുദ്ധാരൂഹായിക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസനെ യാത്രയിൽ ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ദാസനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെ പ്രത്യേകമായിട്ട് ഈ ദാസന്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഈ ദാസനവകാശിയാകുന്നുള്ള പ്രത്യാശയിൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശ ലോകാരംഭത്തിന് മുൻപേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യമവകാശം അനുഭവിച്ചുകൊള്ളുവെന്നുള്ള സന്തോഷത്തിൽ കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി പെരുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ.
പുത്രനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധി വരാതെ മരണത്തിലുള്ള ജീവനിലേക്ക് കടന്നിരിക്കുന്ന വിശുദ്ധനായ ഞങ്ങളുടെ വിശ്വാസനെ എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മശിഹാതമ്പുരാനെ വിശുദ്ധ സഭയുടെ സ്ഥാനങ്ങളായ സകല വിശ്വാസികളോടുകൂടെ ഞങ്ങളെ രാജ്യത്തിന് യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
വന്നേ നിങ്ങളെ മക്കളെ നിങ്ങൾ 3 പേരും കൂടെ വന്നാൽ തുണിയെടുത്ത നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അരുളിച്ചേരുവനായി ദൈവമേ. ഒടുവിലത്തെ ദിവസത്തിൽ ജീവനായി ഉയർത്തെഴുന്നേൽക്കുന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറുകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എൻ്റെ ദേഹിയോട് പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതിന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒന്നെ ശേഖരിക്കുന്നതിന്, ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നതിന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നതിന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതിന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നതിന്. ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുവാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കുക. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുമിശിഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കി കൊണ്ടുവന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽപ്പെട്ട മനുഷ്യനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് തന്നെ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം
ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെക്കാൾ കൃഷിക്കുന്ന പോലെ ഞങ്ങളുടെ ദോഷങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ പ്രവേശിപ്പിക്കാതെ ദുഷ്ടനെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും നമ്മുടെ വിശ്വാസം ഏറ്റു പറയാം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശവും സത്യവും ജനിച്ചവനും കൃഷിയല്ലാത്തവരും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി രാജ്യത്തുള്ളവരും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും ഏകവിശ്വവേലി ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള നോക്കി ചെയ്യുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിൻ്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിൻ്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ നിങ്ങൾ അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ കടന്നു വന്ന് സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ പ്രിയ ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം ഓരോരുത്തരോടുകൂടെയും ശിഷ്യ പ്രിയദാസന്റെ വേർപാടും ദുഃഖത്തിൽ കഴിയുന്ന എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. you.